കലോത്സവം കുട്ടനാട് ബാക്ക്ഡ്രോപ്പ്, എൽസമ്മ തൊടുപുഴ ഒരു ഹില്ലി ഏരിയ സംഭവങ്ങൾ. പിന്നെ വീണ്ടും നമ്മൾ കുട്ടനാട്ടിൽ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയിലേക്ക് വന്നു. കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ളൊരു സാധനം. അങ്ങനത്തെ ഒരു രീതിയിലോട്ട് ഇത് പ്ലേസ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കഥയും സാധനങ്ങളൊക്കെ എങ്ങനെയാണ് വന്നത്? കഥയെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കഥയുടെ ഒരു ഒറിജിനൽ എന്നൊക്കെ പറയുന്നത് പണ്ടപ്പോഴും ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോവുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ചാക്കോച്ചനോട് ഇതുവരെ ഞാനത് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല. അങ്ങനെ ഒരു ഇതിൻ്റെ ഒരു പിന്നാമ്പുറം ഉണ്ടെന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവരുടെ ജ്യേഷ്ഠനുജനുമാണ്. അപ്പോൾ അവരുടെ അച്ഛനും അമ്മയൊക്കെ, അച്ഛൻ മരിച്ചിട്ടില്ല, അമ്മ മരിച്ചുപോയി, പക്ഷെ അച്ഛൻ സ്ഥലത്തില്ല, ഒരു ജ്യേഷ്ഠനുജൻ മാത്രമായിട്ട് ഒരു വീട്ടിൽ താമസവും കാര്യങ്ങളും. അപ്പോൾ ഈ സുനാമിയൊക്കെ വന്ന സമയത്ത് ഇവരുടെ വീട്ടിൽ ഈ ചേട്ടന് മാത്രമുള്ളതുകൊണ്ട് ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് ആൾക്കാരെയൊക്കെ അവിടെ കൊണ്ട് താമസിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ആ വീട്ടിലൊരു വാടകയ്ക്ക് ഒരു പോർഷൻ താമസിക്കാനായിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആ വീട്ടിൽ ചെന്നപ്പോൾ തൊട്ടേ ഇതിലൊരു കഥയുണ്ട്, ഇതിലൊരു സിനിമയുണ്ട് എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. അപ്പോൾ ആ തോന്നൽ ഇങ്ങനെ കിടന്നിട്ട് അതിൻ്റെ ഒരു വളർച്ചയിൽ എപ്പോഴുമാണ് ഒരു ജ്യേഷ്ഠൻ്റെ അനുജൻ്റെ സിനിമയായിട്ട് മാറിയത്. അപ്പോൾ അത് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും ശരി, എനിക്ക് നമ്മളുടെ നാട്ടിൻ പുറ സ്വഭാവമുള്ള അല്ലെങ്കിൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് ആദ്യം വരുന്ന ചാക്കോച്ചൻ്റെ മോൻ തന്നെയായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെഴുതുന്ന നമ്മളുടെ സിനിമകളിൽ ഉപയോഗിക്കുന്ന ഒരു ഹ്യൂമർ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലൈഫ്, അതെല്ലാം നമ്മൾ എൽസമ്മയിലും പുള്ളിപ്പുലിയിലും എല്ലാം ഏറ്റവും സേഫായിട്ടും ഏറ്റവും രസകരമായിട്ട് ചാക്കോച്ചൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും മറ്റൊരു കഥാപാത്രം വരുമ്പോഴത്തേക്ക് അതിന് ഏറ്റവും ആപ്റ്റ് ചാക്കോച്ചൻ എന്നുള്ള സെക്കൻഡ് ഓപ്ഷൻ എൻ്റെ മുമ്പിലില്ല റൈറ്റർ എന്ന നിലയ്ക്ക്. പക്ഷെ നമ്മൾ പുള്ളിപ്പുലിയുടെ സമയത്ത് തന്നെ ലാലുവിന് ഈ കഥ അറിയാമായിരുന്നു. നമ്മൾ പുള്ളിപ്പുലിക്ക് പകരം വേണം ഒരു ഓപ്ഷനായിട്ട് ഈ കഥ കൺസിഡർ ചെയ്തിരുന്നു ഒരിക്കൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിപ്പുലി കഴിഞ്ഞപ്പോഴത്തേക്ക് വർമ്മ അങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ ഈ സബ്ജക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. പിന്നെ കോഴിക്കോടേക്ക് നമ്മളത് പ്ലേസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അത് ചിലപ്പോൾ കോഴിക്കോട് എന്ന് പറയുന്ന നഗരത്തോടുള്ള കോഴിക്കോടൻ സംഗീതം, നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോടൻ ഫുഡ്, ഭക്ഷണം, അല്ലെങ്കിൽ കോഴിക്കോടൻ ബീച്ച്, ആ കോഴിക്കോടുള്ള ആൾക്കാരുള്ള നമ്മുടെ ഇഷ്ടം കൊണ്ടായിരിക്കാം ഈ കഥ കോഴിക്കോട് പറയാം, ഒരു ചേഞ്ച് ആവട്ടെ, നമ്മുടെ മലയും കുട്ടനാടിൻ്റെ വെള്ളവും ഒക്കെ കഴിച്ചിട്ട് എന്നാൽ കോഴിക്കോടൻ മണ്ണിലേക്ക് ഒരു യാത്ര പോകാം എന്ന് പറയുന്നൊരു തോന്നലാണ് കുട്ടനാട്ടിലേക്ക് കോഴിക്കോടേക്ക് പ്ലേസ് ചെയ്തത്. നേരത്തെ ഇങ്ങനെ ഒരു ജ്യേഷ്ഠ മനുജൻ്റെയും എന്ന് പറയുന്നത് ഇതിലൊരു സിനിമയുണ്ട് എന്നുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടായി. അപ്പോൾ ബാക്കി ക്യാരക്ടേഴ്സ് എങ്ങനെ? അതാണ്, അപ്പം അതാ ഞാൻ പറയാൻ വരുന്നത്. അപ്പോൾ അതിലെന്താണ് സിനിമ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് അതിനപ്പുറത്തേക്കൊരു വിഷയത്തിലേക്ക് എത്തണം. അപ്പോൾ അങ്ങനെ ഒരു ആലോചന എന്നാണ് ഒരു എം ഡി ആയിട്ടുള്ളൊരു വീട്ടിൽ നിന്ന് തുടങ്ങി എല്ലാവരുമുള്ള വീട്ടിലെത്തുന്നൊരു സിനിമ. ഞാൻ കണ്ടത് ആരുമില്ലാത്തൊരു വീടായിരുന്നു, പക്ഷേ എൻ്റെ സ്വപ്നം എല്ലാവരും ഉള്ളൊരു വീടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒരു കെട്ടിടം ഒരിക്കലും ഒരു വീടാകില്ല. വീടാണെങ്കിൽ അതിനകത്ത് ആളും ബഹളവും നിറയെ സ്നേഹവും നമ്മൾ സിനിമ പറയുന്ന ഒരു അടുക്കള എന്നുള്ള മണവും എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് അത് വീടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സിനിമ. അങ്ങനെയാണ് രാജമ്മയുടെയും യാഹുവിൻ്റെയും ഇടയിലേക്ക് ഓരോ കഥാപാത്രങ്ങൾ വന്നു ചേരുന്നു. അപ്പോൾ ആ കഥാപാത്രങ്ങൾ വരുമ്പോഴത്തേക്ക് അവരുടെ ലൈഫിൽ തല്ലിപ്പൊളിയായിട്ട് നടന്ന ഒരു ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റമായി ഈ സിനിമ മാറുന്നത്. അങ്ങനെയാണ് അത് ചാക്കോച്ചൻ ചിലപ്പോഴത്തേക്ക് സിനിമയിൽ അഭിനയിക്കുമ്പോഴത്തേക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാകും, ക്യാരക്ടേഴ്സ് ഉണ്ടാകുന്ന മാറ്റം, വീടിനുണ്ടാകുന്ന മാറ്റം. അല്ല, അതെനിക്ക് ശരിക്കും ഫീൽ ചെയ്തത് ഡബ്ബിങ്ങിൻ്റെ സമയത്തായിരുന്നു. ഡബ്ബിങ്ങിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫ്ലോയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും വളരെ ഹിലേരിയസ് ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും ഈ പറയുന്നത് നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് മിസ് ചെയ്ത് പോയിട്ടുള്ള ചില ചെറിയ ചെറിയ സാധനങ്ങളുണ്ടായിരിക്കും. പക്ഷെ അത് ചിലപ്പോൾ നമുക്കൊരു ചിരിയോ ഒരു പുഞ്ചിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിന്തയോ ഉത്തേജിപ്പിക്കുന്ന സംഭവങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ചില ഞുറുങ്ങുന്ന സാധനങ്ങളൊക്കെ ഡബ്ബിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വളരെ പോസിറ്റീവ് നോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അതോടൊപ്പം തന്നെ വീടിൻ്റെ ഒരു ഗ്രാഫ് മാറ്റമുണ്ട്. കാട് പിടിച്ച് കിടന്ന ഒരു വീട് സുന്ദരമായി മാറുന്ന. പിന്നെ എന്നെ അതിശയിപ്പിച്ച ഒരാൾ രഞ്ജി പണിക്കരാണ്. രഞ്ജിയേട്ടൻ്റെ ക്യാരക്ടർ എനിക്കൊന്ന് പുള്ളി ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നും കുറച്ചുകൂടി ഒരു കാരിക്കേച്ചർ നേച്ചറും കുറച്ചും കൂടെ ഹിലേരിയസ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഇതിൽ അബ്രഹാം പോത്തൻ എന്ന് പറയുന്ന മേയറിൻ്റെ ക്യാരക്ടർ. ഒരു ചെറിയൊരു വില്ലൻ സ്വഭാവവും ഉണ്ട്, അതേപോലെ തന്നെ വളരെ രസകരമായിട്ടുള്ളൊരു ക്യാരക്ടറും അതിലുണ്ട്. പുള്ളി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഷാജോണ്ട് ഷാജോന്റെ ക്യാരക്ടർ, സ്നേഹ, പിന്നെ അനുശ്രീ, ചേട്ടൻ, സേതുലക്ഷ്മി ചേച്ചി, പിന്നെ സൈജു കുറുപ്പിന്റെ അസയാണ് രാജമ്മയുടെ അച്ഛനും അമ്മയായിട്ട് അഭിനയിക്കുന്നത്. മുത്തുമണി, അപ്പൊ നിക്കി, ഹരീഷ്, അങ്ങനെ ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റിംഗ് തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും വർമ്മയുടെ കൂടെയുള്ള ഒരു ക്യാമറയ്ക്ക് മുമ്പിലൊക്കെ എനിക്ക് വർമ്മയായിട്ട് വർക്ക് ചെയ്തൊരു സംഭവം അല്ലാതെ നിങ്ങളൊരു ഡിസ്കഷൻ സമയത്തുള്ള ഒരു സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു?
അപ്പോൾ ഇതിനകത്ത് ഒരു പുതിയ സംവിധായകൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ഈ ചർച്ചകളിലൊക്കെ എനിക്ക് തോന്നുന്നു വർമ്മയ്ക്ക് ഒരു ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഈ സിനിമയുടെ മേക്കിംഗ് സമയത്ത് പൂർണ്ണമായിട്ടും അത് മാറിയെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചർച്ചകളിലും കാര്യങ്ങളിലും എല്ലാം ഒരുപക്ഷെ ഒരു ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഒരു അങ്കലാപ്പ് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരിത്. പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇനിയും ഒരുപാട് നല്ല സിനിമകൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സംവിധായകനാണ്. അത് എനിക്ക് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് മനസ്സിലായത് ലാലു ഇടയ്ക്ക് ലൊക്കേഷനിൽ ഇടയ്ക്ക് 1-2 ദിവസം വന്ന് നിന്ന്. ഇപ്പം ആദ്യത്തെ ദിവസം വന്ന് ഞാനുള്ളപ്പോൾ ഒരു ദിവസം ലാലു വന്നപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതൊരു ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പം വർമ്മ എന്തോ ഒരു കാര്യം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് വേണം എന്നുള്ള രീതിയിൽ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് വർമ്മ പറഞ്ഞു എനിക്കത് വേണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ലാലു പറഞ്ഞു ഇവൻ ഓക്കെ ആയി. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് എത്താനുള്ളൊരു പ്രോസസ് ഉണ്ട് പുതിയ സംവിധാനം. അതാണ് ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ വളരെ കൃത്യമായിട്ടൊരു ഡയറക്ടർ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനു മുമ്പുള്ള ചർച്ചകളും ആ സമയവും അദ്ദേഹത്തിന് ഒരു പൂർണ്ണമായ സ്വതന്ത്ര സംവിധായകനാകാനുള്ള ഒരു ടൈമായിരുന്നു. ഒരുപാട് കുടുംബ ചിത്രങ്ങളിൽ നായകനായിട്ടുണ്ട് ചാക്കോച്ചൻ. അത്തരം സിനിമകളിലൂടെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു നടനാണ്. നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളതെല്ലാം വളരെ സജീവമായ കുടുംബത്തിൻ്റെ വളരെ സാന്നിധ്യമുള്ളൊരു ചെറുപ്പക്കാരൻ്റെ കഥാപാത്രങ്ങളാണ് നമ്മളെ സിനിമയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. എന്നാലും രാജമയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു കുടുംബം ഇല്ലാണ്ടാവുകയും അവസാനം ഒരു കുടുംബത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന കഥാപാത്രമാണ്. ഈ ഒരു മാറ്റം ഈ ഒരു സിനിമയെ എങ്ങനെ നോക്കിക്കാണും? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസ് ഒരു കുടുംബത്തിന് ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാവരും ഉള്ള ഒരു കുടുംബത്തിലേക്ക് എത്തുന്നൊരു മാറ്റം, ഒരു കാഴ്ചപ്പാടിന് പല യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ കാണുന്നൊരു സംഭവങ്ങൾ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഇപ്പോൾ സമയം കുറവാണ്. എല്ലാവരെയും ഞെക്കി കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം സാധാരണ ഇപ്പം ചാറ്റിംഗ് എന്ന് പറയുന്ന സാധനം ഇപ്പം നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ തന്നെ മെസ്സേജുകൾ അയക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കാണുകയാണെങ്കിൽ ഇത്രയും മെസ്സേജ് അയച്ച അല്ലെങ്കിൽ അടുപ്പമുണ്ട് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ പോലും നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് സംസാരിക്കാനായിട്ട് പറ്റില്ല. അവർ കംഫർട്ടബിൾ അല്ല. അവർക്ക് അപ്പോഴും ചാറ്റിംഗ് ആണ് അവർ കുറച്ചും കൂടെ കംഫർട്ടബിൾ. അപ്പം മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയല്ല. മനുഷ്യൻ മെഷീനല്ല. അവന് സംസാരിക്കാനായിട്ട് ഒരു ഭാഷയും അല്ലെങ്കിൽ ശബ്ദവും കേൾക്കാനായിട്ട് ചെവികളും കാണാനായിട്ട് കണ്ണുകളും എല്ലാം തന്നത് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ വിരലുകൾ കൊണ്ട് ഉള്ള ഒരു ടൈപ്പിംഗ് അല്ല യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ഹ്യൂമനായിട്ടുള്ള അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ളൊരു ഒരു ഫീല് ഈ സിനിമയ്ക്കുണ്ട് എന്തായാലും. അപ്പോൾ അതാണ് ഈ പറഞ്ഞ പോലെ ഒരു കുടുംബം ഈ രാജമ്മയുടെയും യാഹുവിൻ്റെയും ജീവിതം തുടങ്ങുന്നത് ആരുമില്ലാതെയാണ്. അവർക്ക് അവരവർ മാത്രമേ ഉള്ളൂ, അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ടൊരു കുടുംബം ആകുന്നില്ല, ഒരു ജീവിതം പൂർണ്ണമാകുന്നില്ല അവരുടെ ഒരു സംഭവത്തിൽ. പക്ഷേ സിനിമ അവസാനിക്കുമ്പോൾ ഈ പറയുന്ന പോലെ അവർ വിചാരിച്ചതിനേക്കാളും വലിയൊരു കുടുംബം ഉണ്ടാകുന്നു, കൂടുതൽ സന്തോഷങ്ങളുണ്ടാകുന്നു. അപ്പോൾ ആൾക്കാർ കൂടുന്നു. ആൾക്കാരോടൊപ്പമുള്ള ഒരു സഹവാസം എന്ന് പറയുന്നത് ഉള്ള സന്തോഷം അത് കൂടുതൽ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വളരെ പോസിറ്റീവായിട്ടൊരു മെസ്സേജ് ഈ സിനിമ, ഒരു കുഞ്ഞു സിനിമയാണെങ്കിൽ പോലും ഒരു വലിയൊരു കാര്യമാണ് ഒരു ചെറിയ രീതിയിലാണെങ്കിൽ നമ്മൾ ആൾക്കാരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു അത് പ്രത്യേകിച്ച് കോഴിക്കോട് ഷൂട്ട് ചെയ്യുമ്പം അത് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം മിഠായിത്തെരുവിൽ നമ്മൾ ഒരു ദിവസം ഷൂട്ട് ചെയ്തു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ആളും ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ക്യാമറ വയ്ക്കുമ്പോൾ ചിലപ്പോൾ ക്യാമറയുടെ മുമ്പ് ആ ഫ്രെയിമിൽ ആൾക്കാർ ബാക്ക്ഡ്രോപ്പിലുണ്ടാവും, ഭയങ്കരമായിട്ട് കുറേ പേരുണ്ടാവും. അപ്പോൾ നമ്മൾ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ആൾക്കാരൊക്കെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ പിടിച്ച് മാറ്റുന്നുണ്ട്, തള്ളുന്നുണ്ട്, അങ്ങനെ. പക്ഷെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതിനിടയ്ക്ക് ഒരു സെക്യൂരിറ്റി ഒരു ചേട്ടന് അത്യാവശ്യം പ്രായമുണ്ട്, ഒരു ചേട്ടനെ ഇങ്ങനെ പിടിച്ച് മാറ്റിയപ്പോൾ പറഞ്ഞു ഒന്ന് മാറി നിൽക്കുക ചേട്ടാ എന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു, ഈ കാണാൻ വന്ന ആൾ പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ എന്നെ തെറി പറഞ്ഞോ, പക്ഷെ എന്നാലും ഞങ്ങൾ മാറില്ല. അത് സ്നേഹം കൊണ്ടാണ് പറയുന്നത്, അല്ലാതെ മാറാതിരിക്കുന്ന ഒരു വാശിയുടെ പുറത്തല്ല പറയുന്നത്. അങ്ങനത്തെ സംഭവമല്ല. നിങ്ങൾ വേണമെങ്കിൽ തെറി പറഞ്ഞു, കുഴപ്പമില്ല, ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്, പക്ഷെ എന്നാലും ഞങ്ങൾ ഇവരെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ സിനിമ ഷൂട്ടിങ് കാണാൻ വേണ്ടി വരുന്നു. അങ്ങനെ കലാകാരന്മാരെയും കലയെയും സ്നേഹിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ഫീല് മൊത്തത്തിൽ ഈ സിനിമയ്ക്ക് കൊണ്ടുവന്നു. കോഴിക്കോടിന്റെ നല്ല ഭക്ഷണം പോലെ അവരുടെ സ്നേഹത്തിന്റെ ഭാഗമാണ്, സ്നേഹം ചേർത്ത് വെച്ച ഭക്ഷണമാണ്. തീർച്ചയായും. കാരണം ഒരു ഭക്ഷണം സ്വാദുള്ള ഭക്ഷണമായിരിക്കും, സ്നേഹത്തോടെ തരുമ്പോൾ ആ സ്വാദ് കുറച്ചും കൂടി ഉണ്ടാവും. അത് കോഴിക്കോടിനുണ്ട്. അത് കോഴിക്കോടിനുണ്ട്. അപ്പോൾ ആ ഒരു രസക്കൂട്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ രാജമേറ്റ് യാഹു എന്ന സിനിമയിലൂടെയും നമുക്ക് പ്രേക്ഷകരിലേക്ക് കൊടുക്കാൻ സാധിക്കും. ആ ഒരു രസം ഈ സിനിമയും നൽകുമെന്ന് പറയാം.